ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഡോൺലി അഭിനയിച്ച ബാഡ്ലാൻഡ് ഹണ്ടേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ കൊറിയൻ മൂവിയാണ്. ഒരു ഭൂകമ്പത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ സർവൈവ് ചെയ്യാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് ഒരു ഡോക്ടർ അയാളുടെ റിസർച്ചുമായിട്ട് കടന്നു വരുന്നു. അവിടെയുള്ള കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി അയാൾ നടത്തുന്ന റിസർച്ചിന്റെ പിന്നിലുള്ള രഹസ്യം കണ്ടെത്താൻ ഇറങ്ങിത്തിരിക്കുകയാണ് നമ്മുടെ നായകൻ. അപ്പം മൂവിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് ഒരു ഡോക്ടറിന്റെ റിസർച്ച് ലാബാണ്. അവിടെയുള്ള പല്ലുകളുടെ ശരീരത്തിലൊക്കെ എന്തോ വൈറസ് പിടിച്ച പോലെയുണ്ട്. അയാളാകട്ടെ എന്തോ റിസർച്ച് ഒക്കെ നടത്തിയിട്ട് തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. അയാൾ കണ്ടുപിടിച്ച മരുന്നാകട്ടെ മകളുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നതിന് മുൻപ് തന്നെ കുറച്ച് ഓഫീസേഴ്സ് വന്ന് അയാളെ തടയുന്നുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണെന്നും ആ കുട്ടിയെ മരിക്കാൻ അനുവദിക്കുമെന്നുമായിരുന്നു അവർ പറഞ്ഞത്. എന്നാൽ ഇത് കേൾക്കാതെ ഡോക്ടർ മരുന്ന് പെൺകുട്ടിയുടെ ശരീരത്തിൽ കുത്തിവെക്കാൻ തുടങ്ങുമ്പോഴേക്കും അവർ അയാളെ ഷൂട്ട് ചെയ്യുന്നു. ആ സമയത്ത് തന്നെ ആ സ്ഥലത്തൊരു ഭൂകമ്പം ഉണ്ടാവുകയും അവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്നു വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ പെൺകുട്ടിയുടെ ശരീരത്തേക്കും ഒരു കോൺക്രീറ്റ് കട്ട വന്ന് വീഴുന്നുണ്ട്. ആ ഭൂകമ്പത്തിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ബാക്കിയുള്ള ആൾക്കാരാകട്ടെ ആഹാരത്തിനും വെള്ളത്തിനും വേണ്ടിയിട്ട് നല്ലപോലെ കഷ്ടപ്പെടുകയായിരുന്നു. ഉപയോഗിച്ച വെള്ളം തന്നെ വീണ്ടും വീണ്ടും പ്യൂരിഫൈ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ആ നാട്ടിലേക്ക് ഒരു മുതല വരികയാണ്. ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന ഈ പയ്യനില്ലേ, അവന്റെ പേര് ജീവാൻ എന്നാണ്. ആഹാരത്തിന് വേണ്ടിയിട്ട് അവൻ ആ മുതലെ അമ്പെയ്ത് വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് വന്ന് അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. അവൻ ഓടിപ്പോയി എങ്ങനെയൊക്കെ ഒരു കാറിൽ കയറിയെങ്കിലും കാറിന്റെ ചില്ല് പൊട്ടിച്ച് അത് അകത്തേക്ക് വരികയാണ്. ആ സമയത്താണ് നമ്മുടെ നായകന്റെ മാസ് എൻട്രി. ഡോൺലി അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രത്തിന്റെ പേര് നാംസൻ എന്നാണ്. നാംസൻ വന്ന മുതലയുടെ വാലിൽ പിടിച്ച് കറക്കി തറയിലേക്ക് അടിച്ച് അതിനെ 2 കഷ്ണങ്ങളാക്കുന്നു. ആഹാരത്തിന് വേണ്ടി ഇവനെ എടുത്തുകൊണ്ടു പോകാൻ ജീവാനോട് പറയുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് സൂന എന്ന പെൺകുട്ടിയാണ്. അവൾ അവളുടെ ഗ്രാൻഡ് മദറിന്റെ കൂടെയാണ് താമസം. വെള്ളമൊക്കെ പ്യൂരിഫൈ ചെയ്ത് അവർ ഉപയോഗിക്കുന്നതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് ഓരോ ഭാഗത്തായിട്ടാണ് ആൾക്കാരെല്ലാം താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ സൂന പറയുന്നുണ്ട്, നമുക്ക് നാംസൻ ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് പോയി താമസിച്ചാലോ എന്ന്. നാംസന് സൂന തന്റെ മകളെ പോലെ തന്നെയായിരുന്നു. അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ തങ്ങളെ കൊണ്ട് കഴിയുന്ന സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പണ്ടത്തെ ഒരു ബാർട്ടർ സമ്പ്രദായം. അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും കൊടുത്തു കഴിയുമ്പോൾ അതിനു പകരമായിട്ട് ആഹാരമോ വെള്ളമോ ഒക്കെ കിട്ടുമായിരുന്നു. അങ്ങനെ സൂനയും അവളുടെ ഗ്രാൻഡ്മയും കൂടി നാംസന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ജീവാനാകട്ടെ സൂനയെ വലിയ ഇഷ്ടമായിരുന്നു. സൂനയ്ക്കും അതറിയാമായിരുന്നു. നാംസിന് വേണ്ടിയിട്ട് അവളൊരു ചിത്രം വരച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അവന് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് ആയുധങ്ങളുമായിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ടൈഗർ എന്ന് പറയുന്ന ആളുടെ കൂട്ടാളികളാണ് ഇവർ. അവർ കാണിച്ച ചിത്രത്തിലുള്ള ആളെ അന്വേഷിച്ച് വന്നതാണെന്ന് അവർ പറയുന്നുണ്ട്. ഇങ്ങനെ ആരെയും തന്നെ തങ്ങൾ കണ്ടിട്ടില്ല എന്ന് അവിടെയുള്ളവർ പറയുന്നുണ്ട്. എന്നിട്ടും അവർ പോകാൻ കൂട്ടാക്കിയില്ല. അവരാകട്ടെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. സൂര്യയുടെ അടുത്തേക്ക് വന്നിട്ട് അവളെയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ട് നാംസൻ വന്ന് അവരെ എല്ലാം തന്നെ അടിച്ചു വീഴ്ത്തുന്നു. അതിനിടയിലാകട്ടെ ആ വന്ന കൂട്ടത്തിലുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ നല്ല ശുദ്ധജലം ഇരിക്കുന്നത് കണ്ടിട്ട് നാംസന് അത്ഭുതമായിരുന്നു. ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ അവിടെ കുറച്ച് ദൂരെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടെന്നും അവിടെ ഇഷ്ടം പോലെ ശുദ്ധജലം കിട്ടുമെന്നും പറയുന്നുണ്ട് അവർ. ആ അപ്പാർട്ട്മെന്റിൽ ഒരുപാട് ആൾക്കാർ താമസിക്കാറുണ്ടെന്നും അവിടെ ആഹാരത്തിനും വെള്ളത്തിനും ഒരു കുറവുമില്ല അവർ പറയുന്നു. നാംസനെ പേടിച്ച് ആ ഗുണ്ടകളെല്ലാം അവിടുന്ന് പോകുന്നു. കുറച്ച് കഴിയുമ്പോഴാകട്ടെ ആ അപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ അവിടേക്ക് വരുന്നുണ്ട്. ഈ വന്ന കൂട്ടത്തില് ഒരു തലേവി ഉണ്ടായിരുന്നു. സുജീറ എന്നാണ് അവളുടെ പേര്. ഞങ്ങൾ ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് വരികയാണെന്നും ഇവിടെയുള്ള ആൾക്കാരെ അവിടേക്ക് താമസം മാറ്റാൻ ഞങ്ങൾ തയ്യാറാണെന്നും അവിടെ ഇഷ്ടം പോലെ വെള്ളവും ആഹാരം കിട്ടുമെന്നും പറയുന്നുണ്ട്. ഭാവിയിലേക്ക് നമ്മുടെ യുവതലമുറയെ വളർത്തിയെടുക്കണമെങ്കിൽ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കണം. ഇതെല്ലാം ഞങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ സൂനയ്ക്കും അവിടേക്ക് പോയാൽ കൊള്ളാമെന്ന് തോന്നുകയാണ്. സൂനയും ഗ്രാൻഡ്മയും അവിടേക്ക് കൊണ്ടുപോകാൻ അവർ തയ്യാറാകുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ സൂനയെ പിരിഞ്ഞിരിക്കാൻ ജീവാന് വിഷമമുണ്ടായിരുന്നു. എന്നാലും അവൾക്ക് നല്ലൊരു ഭാവി കിട്ടുന്നതല്ലേ, അതുകൊണ്ട് തന്റെ വിഷമം അവിടെ നിൽക്കട്ടെ എന്ന് അവൻ വിചാരിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി തന്നെ സൂനയും ഗ്രാൻഡ്മയും ഈ ആൾക്കാരാകട്ടെ അവിടേക്ക് കൊണ്ടുപോവുകയാണ്. കുറെ ദൂരം നടന്നു വേണം പോകാൻ. കുറച്ച് കഴിയുമ്പോഴേക്കും അവളുടെ ഗ്രാൻഡ്മ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവരെ പോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പിനെയും അവർ കണ്ടെത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ സൂനയ്ക്ക് കൂട്ടുകാരിയെ കിട്ടുന്നുണ്ട്. കുറെ ദൂരം നടന്നപ്പോഴേക്കും സൂനയുടെ ഗ്രാൻഡ്മ ഉൾപ്പെടെ കുറച്ച് ആൾക്കാർക്ക് തീരെ നടക്കാൻ വയ്യാതായി. അങ്ങനെ നടക്കാൻ വയ്യാത്ത 2 ആൾക്കാരെ തൊട്ടടുത്തുള്ള മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ സുജീറ പറയുന്നുണ്ട്. പേടിക്കേണ്ട, അവർ നാളെ തന്നെ നിങ്ങളുടെ സ്ഥലത്തേക്ക് തിരിച്ചെത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സൂനയെ അതിന് സമ്മതിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ നാംസനും ജീവാനും കൂടി വേട്ടക്കിറങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ മെഡിക്കൽ സെന്റർ എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ്മ ഉൾപ്പെടെയുള്ള വൃദ്ധന്മാരെ കൊണ്ടുപോയത് അവർ കൊല്ലാനായിരുന്നു. അവരെ ആക്രമിക്കുന്നത് വേട്ടക്കിറങ്ങിയ ജീവാനും നാംസനും കാണുന്നുണ്ട്. ഗ്രാൻഡ്മയെ കൊന്ന ആൾക്കാരെ പോയി നാംസനും ജീവാനും കൂടി കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ശരീരത്തിൽ എത്രയധികം വെട്ടേറ്റിട്ടും അവർ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് വരികയായിരുന്നു. ഇവനൊന്നും മനുഷ്യന്മാരല്ലേ എന്ന് ചോദിക്കുകയാണ് നാംസൻ. എത്ര കൊന്നിട്ട് ഇവനൊന്നും ചാവുന്നില്ലല്ലോ. ആ സമയത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് അതിലൊരാളുടെ തല 2ആയിട്ട് വെട്ടിമുറിക്കുന്നു. ഈ പെണ്ണിന്റെ പേര് ജൂലി എന്നാണ്. നീ ആരാണെന്ന് നാംസൻ ചോദിക്കുമ്പോൾ അവൾ ഒരു സ്റ്റോറി പറയുകയാണ്. അവൾ ആർമിയിലായിരുന്നു. ഭൂകമ്പത്തിലെ സർവൈവേഴ്സിനെ രക്ഷിക്കുകയായിരുന്നു അവളും കൂട്ടാളികളും. അതിനിടയിൽ പൊളിഞ്ഞു വീഴാത്ത ഒരു അപ്പാർട്ട്മെന്റ് അവർ കാണുന്നുണ്ട്. ആൾക്കാരുടെ കൂട്ടുപിടിച്ചിട്ട് അത് താമസയോഗ്യമാക്കി മാറ്റുന്നുണ്ട്. അവിടെ ഞങ്ങൾ കുറെ ആൾക്കാർ താമസിക്കാനും തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങളുടെ അടുത്തേക്ക് ഒരു ഡോക്ടർ വന്നു. നിർഭാഗ്യവശാൽ ആ കൂട്ടത്തിൽ അയാൾ മാത്രമേ ഡോക്ടറായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അയാളെ അവിടെ താമസിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ പതിയെ പതിയെ അവിടുത്തെ കുട്ടികളെയൊക്കെ കാണാതായി. ഇതിനുള്ള ഉത്തരം ഞാൻ അയാളോട്
ചോദിച്ചപ്പോൾ അയാൾ എന്നോട് ചൂടായി. അയാൾ അവിടെ എന്തോ തെറ്റായ കാര്യം നടത്തുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. ആ സമയത്ത് എന്റെ കൂട്ടത്തിലുള്ള ഒരാളെ അയാൾ ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ നിമിഷ നേരം കൊണ്ട് തന്നെ അവൻ ജീവനോടെ എഴുന്നേറ്റ് വന്നു. ഇത് അയാളുടെ റിസർച്ച് ആയിരുന്നു. ആഹാരവും വെള്ളമൊന്നും ഇല്ലാതെ ഒരുപാട് കാലം സർവൈവ് ചെയ്യാനും ഇത്രയധികം മുറിവേറ്റാലും മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്തോ ഒരു മരുന്ന് കണ്ടുപിടിക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അയാൾ ആ കുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോയത്. അവരുടെ ശരീരത്തിലായിരുന്നു ആ പരീക്ഷണങ്ങളെല്ലാം നടത്തിയിരുന്നത്. ഇതെതിർത്ത എന്റെ കുറച്ച് ആൾക്കാരെ അയാൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ സഹായം വേണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് അവൾ പറയുന്നു. ആ സ്ഥലത്തേക്ക് തന്നെയാണ് സൂനയും കൊണ്ടുപോയത്. അതുകൊണ്ട് അവളെ രക്ഷിക്കാൻ അവനും അങ്ങോട്ട് പോയേ പറ്റൂ. അങ്ങനെ നാംസനും ജീവാനും ജൂലിയും ചേർന്നിട്ട് ആ അപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അതേ അപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെയായിരുന്നു നേരത്തെ ടൈഗറിന്റെ ആൾക്കാർ വന്നപ്പോൾ അവർക്കും വെള്ളം കിട്ടിയെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ അപ്പാർട്ട്മെന്റിലേക്ക് കടക്കാൻ അവരുടെ സഹായം ആവശ്യമാണ്. അതേ ടൈമിൽ നമ്മുടെ സൂനി ഉൾപ്പെടുന്ന ആൾക്കാരെയും കൊണ്ട് സുജീറ ആ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടർ ആകട്ടെ എല്ലാരെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് പഠിക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ശുദ്ധജലം എല്ലാം തന്നെ ഇവിടെ നിന്ന് കിട്ടുമെന്നും പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവർക്കും കുടിക്കാൻ വെള്ളം കൊടുക്കുന്നുണ്ട്. സൂനിയ വെള്ളം കുടിക്കാതെ എന്റെ ഗ്രാൻഡ്മ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ നാളെ തന്നെ ഇവിടെ എത്തുമെന്ന് സുജീറ പറയുന്നുണ്ട്. പേരൻസിനെ എല്ലാം ഒരിടത്തേക്കും കുട്ടികളെല്ലാം മറ്റൊരിടത്തേക്കുമാണ് അവർ കൊണ്ടുപോയത്. ഈ സമയത്ത് അപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടൈഗറിന്റെ ഹെൽപ്പ് ചോദിക്കാൻ ചെല്ലുകയാണ് നമ്മുടെ നാംസൻ. എന്നാൽ ടൈഗർ ആകട്ടെ നേരത്തെ തന്റെ ആൾക്കാരെ തല്ലിയതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് നാംസനോട് അടിയുണ്ടാക്കുകയാണ്. എന്നാൽ അവസാനം ടൈഗർ തന്നെ തോൽക്കുന്നു. ടൈഗറിൽ നിന്ന് അവർ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പലയിടത്തു നിന്നും ആൾക്കാരെ കൊണ്ടുപോയി ആ അപ്പാർട്ട്മെന്റിലാക്കുന്നത് ടൈഗർ ആയിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയുമാണ് അവർ ഡെലിവറിക്ക് പോകുന്നത്. ആദ്യമൊക്കെ എല്ലാ ഏജുകാരെയും അവർ എടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുട്ടികളെയാണ് അവർക്ക് ആവശ്യം. ഇവിടെ അപ്പാർട്ട്മെന്റിലെത്തിയ പേരൻസിനെ എല്ലാം തന്നെ അവർ വെള്ളം ശുചീകരിക്കുന്ന ജോലിക്കാണ് കൊണ്ടുപോകുന്നത്. മക്കളെ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക ഏതെങ്കിലും ടൈം അറേഞ്ച് ചെയ്യാമെന്നായിരുന്നു അവരുടെ വാക്ക്. സുജീറയാകട്ടെ സോനയും കൂട്ടുകാരെയും ആ ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നാൽ അവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാം തന്നെ അനങ്ങാതെ പാവകളെ പോലെ ഇരിക്കുകയാണ്. അവർക്കൊരു ഇമോഷനും ഇല്ലായിരുന്നു. അവരുടെയൊക്കെ ചെവിക്ക് ബാക്കിലായിട്ട് എന്തോ ഒരു സാധനം ഒട്ടിച്ചും വെച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതെല്ലാം തന്നെ ആഹാരവും വെള്ളവും ഇല്ലാതെ മനുഷ്യൻ എങ്ങനെ ഭാവിയിൽ ജീവിക്കുമെന്നും നമ്മുടെ നെർവസ് സിസ്റ്റത്തെ എങ്ങനെ മാറ്റിയെടുക്കണം എന്നൊക്കെയായിരുന്നു. നമ്മുടെ ഡോക്ടർ ഇതിനു വേണ്ടിയിട്ടുള്ള പല റിസർച്ചുകളും നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ സോനിയുടെ കൂട്ടുകാരി പറയുന്നുണ്ട് എനിക്കും ഡോക്ടറിന്റെ റിസർച്ചിന്റെ ഭാഗമാകണമെന്ന്. ആ സമയത്ത് ഡോക്ടർ അവിടേക്ക് വന്നിട്ട് എല്ലാവരോടും നന്നായിട്ട് പഠിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി വെള്ളം കൊടുക്കുന്നു. സൂനിയാകട്ടെ ആ വെള്ളം അപ്പോഴും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗ്രാൻഡ്മ എന്താ ഇനിയും വരാത്തെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് തീരെ സുഖമില്ലാന്ന് മെഡിക്കൽ സെന്ററിൽ തന്നെയാണെന്നുമായിരുന്നു അവരുടെ മറുപടി. അവൾക്ക് അതിൽ എന്തോ ഒരു പന്തികേട് തോന്നി. അവിടെ എന്താണ് നടക്കുന്നതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സൂനിയാകട്ടെ ആരും കാണാതെ ആ ഡോക്ടറിന്റെ ഓഫീസിലേക്ക് പോകുന്നു. ഇവിടെ തന്റെ മകളെ കാണണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരൻസ് ആകട്ടെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നമ്മുടെ സൂനിയുടെ കൂട്ടുകാരിയുടെ പേരൻസും ഉണ്ടായിരുന്നു. പ്രശ്നം രൂക്ഷമായപ്പോൾ ഡോക്ടർ വന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ മകളെ ഞാൻ കാണിച്ചു തരാമെന്ന്. അപ്പോഴേക്കും ഡോക്ടറിന്റെ ഓഫീസിലെത്തി സൂന അവിടെ എല്ലാം പരിശോധിക്കുമ്പോൾ ആ ഫയലുകളെല്ലാം തന്നെ കാണുന്നുണ്ട്. അതിൽ അയാൾ എന്തോ റിസർച്ച് നടത്തുകയാണെന്നും അതിൽ ഒരുപാട് കുട്ടികൾ മരിച്ചുവെന്നും അവൾക്ക് മനസ്സിലായി. അവിടെ തന്നെ അവളാകട്ടെ അവളുടെ കൂട്ടുകാരി കിടക്കുന്നതും കൂടി കാണുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് അവളുടെ കൂട്ടുകാരുടെ പേരൻസിനെയും കൊണ്ട് ആ ഡോക്ടർ കയറി വരുന്നു. സൂന അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. തങ്ങളുടെ മകളുടെ അവസ്ഥ കണ്ടിട്ട് അവർ പൊട്ടിക്കരയാൻ തുടങ്ങി. ആ പെൺകുട്ടിയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ അവളുടെ ശരീരത്തെ കടിപ്പിച്ചിരുന്ന എന്തൊക്കെയോ സാധനങ്ങളിൽ അവർ തട്ടുന്നു. അവൾക്ക് എന്തൊക്കെയോ സംഭവിച്ച് അവൾ മരിക്കുകയും ചെയ്യുന്നു. ആ പേരൻസ് ആകട്ടെ അവിടെ ആകെ പ്രശ്നമുണ്ടാക്കുകയാണ്. ആ ഡോക്ടർ ആ രണ്ടുപേരെയും കൊന്നുകളയുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് പേടിച്ചിരിക്കുകയാണ് സോന. കുറച്ചു കഴിയുമ്പോൾ ഡോക്ടർ അവളെ കാണുന്നുണ്ട്. നീ ഇങ്ങോട്ട് വന്നത് നന്നായി, എനിക്ക് അടുത്ത റിസർച്ചിന് നിന്നെയാണ് വേണ്ടത്. അങ്ങനെ അവളുടെ ശരീരത്തിലും അയാൾ എന്തൊക്കെയോ ഘടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ കഴുത്തിന്റെ പിൻഭാഗത്തായിട്ട് ഒരു മുറിവുണ്ടാക്കുന്നു. അതിൽ നിന്ന് എന്തോ ഒരു ഫ്ലൂയിഡ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ നാംസനും കൂട്ടരുമാകട്ടെ ടൈഗറിന്റെ കൂടെ അവിടേക്ക് വരുന്നുണ്ട്. ഡെലിവറിക്ക് വന്നതെന്ന് പറയുമ്പോൾ ഇന്ന് ഡെലിവറി ദിവസം അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ വഴക്കുണ്ടാക്കുന്നുണ്ട്. വേറെ വഴിയില്ലാതെ അവരെല്ലാം ഇടിച്ചു തകർത്ത് ആ കെട്ടിടത്തിനുള്ളിലേക്ക് കയറുന്നു. ആ ഡോക്ടർ ഉണ്ടാക്കിയ മരുന്ന് കുടിച്ചിട്ട് പല ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ എത്ര കൊന്നിട്ട് അവർ ചാവുന്നില്ല. അവസാനം അവരുടെയൊക്കെ തലവെട്ടിയാണ് ഇവർ അവരെ കൊല്ലുന്നത്. പിന്നെ പറയണ്ടല്ലോ, അവിടെയുള്ള സോൾജേഴ്സുമായിട്ട് ഒരു വലിയ ഫൈറ്റ് തന്നെയാണ് നാംസനും കൂട്ടരും നടത്തുന്നത്. ജീവൻ ആ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ സുജീറ അവിടെ പേടിച്ചിരിക്കുകയായിരുന്നു. അവളെ ഭീഷണിപ്പെടുത്തി സൂന എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അവളെയും കൂട്ടി ആ ഡോക്ടറിന്റെ ഓഫീസിലേക്ക് പോവുകയാണ് ജീവാൻ. ഈ ഡോക്ടറിന്റെ മകളാകട്ടെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളുടെ ശരീരത്തിൽ ഇപ്പോഴും ജീവന്റെ തുടിപ്പുകൾ ഉണ്ടായിരുന്നു. അയാളുടെ മകളുടെ തല മുതൽ ചെസ്റ്റ് വരെയുള്ള ഭാഗം അയാൾ ഒരു കുപ്പിയിലിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവളുടെ ഹൃദയം ഇപ്പോഴും ഇടിക്കുന്നുണ്ടായിരുന്നു. അയാൾ എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ എന്തോ ഒരു മരുന്ന് കലർത്തിയാണ് കൊടുക്കുന്നത്. ആ വെള്ളം കുടിച്ച ആൾക്കാരുടെ ശരീരത്തിൽ നിന്ന് അയാൾ എന്തോ ഒരു ദ്രാവകം എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അത് നമ്മുടെ ശരീരത്തിൽ കുത്തിവെച്ചാലാണ് നമുക്ക് ഈ പവറൊക്കെ കിട്ടുന്നത്. അങ്ങനെയാണ് അയാളുടെ മകളുടെ ജീവനെ നിലനിർത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അയാൾക്ക് ഇവിടെ ഒരു അബദ്ധം പറ്റി. കാരണം അയാൾ വിചാരിച്ചിരുന്നത് നമ്മുടെ സൂന ആ വെള്ളം കുടിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ശരീരത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഫ്ലൂയിഡ് അയാൾ സ്വന്തം ശരീരത്തിൽ കുത്തിവെക്കുന്നുണ്ട്. എന്നാൽ അവൾ ആ വെള്ളം കുടിച്ചിട്ടില്ല എന്ന് ആ ദ്രാവകം കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി. അത് അയാളുടെ ശരീരത്തിൽ ഓപ്പോസിറ്റ് എഫക്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. ആ സമയത്ത് അവൾ പറയുന്നുണ്ട് ഞാൻ ആ വെള്ളം കുടിച്ചില്ല എന്ന്. നമ്മുടെ നാംസനാകട്ടെ ഇപ്പോഴും ഇവിടെ പട്ടാളക്കാരുമായിട്ട് വലിയ ഫൈറ്റിലാണ്. ജീവാനാകട്ടെ സൂനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരുന്നുണ്ട്. ആ ഡോക്ടർ ആകട്ടെ തന്റെ മകളുടെ ശരീരം എടുത്തൊരു പെട്ടിയിലാക്കിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അവിടുന്ന് പോകുന്നതിന് മുമ്പ് അയാൾ അവിടേക്ക് ഒരു ബോംബ് എടുത്ത് എറിയുന്നുണ്ട്. എന്നാൽ ജീവാനാകട്ടെ സൂനയും കൊണ്ട് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറുന്നു. ആ ബോംബ് പൊട്ടിത്തെറിച്ചെങ്കിലും അവർ രണ്ടുപേർക്കും അപകടം ഒന്നും കൂടാതെ
കൂടാതെ രക്ഷപ്പെടുകയാണ്. സമയം കൊണ്ട് തന്നെ അവിടെയുള്ള കുട്ടികളെല്ലാം തന്നെ പുറത്തേക്ക് വന്നിരുന്നു. അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലായി എല്ലാത്തിനും കാരണം ഡോക്ടറാണെന്ന്. അതുകൊണ്ട് എല്ലാവരും ചേർന്നിട്ട് അയാളെ തല്ലാൻ തുടങ്ങിയിരുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന മരുന്നും പെട്ടിയെല്ലാം താഴെ വീണ് പൊട്ടുന്നുണ്ട്. തന്റെ ഇത്ര കാലത്തെ റിസർച്ചെല്ലാം ഇവന്മാർ നശിപ്പിച്ചത് കാരണം എല്ലാവരോടും അയാൾക്ക് കലിപ്പായി. എല്ലാത്തിനെയും കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു തോക്കെടുത്ത് എല്ലാവരെയും വെടിവെക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത് തന്റെ ആ പെട്ടിക്കുള്ളിലും ഒരു വെടിയേറ്റിരിക്കുന്നു. ആ പെട്ടിക്കുള്ളിൽ അയാൾ വെച്ചിരുന്ന അയാളുടെ മകളുടെ പാതി ശരീരവും അതോടുകൂടി ജീവനറ്റതായി മാറി. ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ടിരുന്ന അയാളെ വന്നിട്ട് നമ്മുടെ നാംസൻ കൊല്ലുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും നാംസനും കൂട്ടരും രക്ഷിക്കുന്നു. ആ സമയത്ത് തന്നെ അവർ കാത്തിരുന്ന ആ മഴയും അവിടെ പെയ്യുന്നുണ്ട്. അവർക്കിനി ശുദ്ധജലത്തിന് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഇതോടുകൂടി ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു മൂവിയായിട്ട് നമുക്ക് പിന്നീട് കാണാം.